ഇയാൾ ഇവിടെ ഇങ്ങനെ നോക്കുക, എൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുക. ക്യാമറ ഓൺ ചെയ്തപ്പോൾ അയാൾ ക്യാമറ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ പിന്നെ നോക്കി. എനിക്ക് പറയാനുള്ളത് അയാളുടെ ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇയാളുടെ ബാഗിൽ ഞാൻ ബ്ലൈഡും കത്രിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോഴും ആ ബസ്സിലാരും ഒന്നും ചോദിച്ചില്ല. ബ്ലൗസ് സ്ലീവ്ലെസ് പോലും അല്ല, അതെ ഫുൾ സ്ലീവാ. ഈ ആകെ കാണുന്നത് ഈ ഒരു ഭാഗവും ഈ ഒരു, എനിക്ക് സാരി കഴുത്തിലൂടെ ചേർത്ത് കൊടുക്കാൻ എനിക്ക് അറിയത്തില്ല. ആ അമ്മാവന്റെ ഓണം എന്തായാലും കളറായിട്ടുണ്ട്. അയാളുടെ സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. അയാൾ സ്പോട്ടിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ പോക്ക. കഴിഞ്ഞ ദിവസം അശ്വതി ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അശ്വതിക്ക് ബസ്സിൽ വെച്ചുണ്ടായിരുന്ന ഒരു ദുരനുഭവമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഇത്തരത്തിൽ നോക്കുന്ന ആ ഒരു രീതി പുരുഷന്മാരുടെ, പ്രത്യേകിച്ച് പ്രായമായ പുരുഷന്മാരുടെ, ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഓണപരിപാടി, ഓണ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ഓഫീസിൽ. അപ്പോൾ ഓണ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ അത്രയും ടയേർഡായിട്ടായിരിക്കും ബസ്സിൽ പോകുന്നത്. അപ്പം ഞാൻ പോയപ്പോൾ ബസ് നമ്മുടെ ആലുവയിൽ ബസ് സ്റ്റോപ്പിൽ തിരക്കൊന്നുമില്ലാതെ ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഒരു വൈകിട്ട് സമയത്ത്. അപ്പം എനിക്ക് വിൻഡോ സീറ്റ് വേണമായിരുന്നു. ഞാൻ ആദ്യമേ വിൻഡോ സീറ്റ് കയറിയിരുന്നു. വലിയ ആൾക്കാരൊന്നും അതിലില്ല. അപ്പോൾ ഒരു 7-8 പേരെ ബസ്സിലുള്ളൂ. പിന്നെ ഓരോ സ്റ്റോപ്പ്, എനിക്ക് കാക്കനാടാ പോകേണ്ടത്, ഓരോ സ്റ്റോപ്പ് കഴിയുന്തോറും ആൾക്കാർ തിരക്കായി. അപ്പോൾ കൂടുതലും ബംഗാളികളൊക്കെ ആയിരുന്നു ബസ്സിൽ. അപ്പോൾ ഒരു അങ്കിള് ഞാൻ പ്രായമായിട്ടൊരു അപ്പാപ്പൻ, അയാൾ ഈ ഷർട്ടും നല്ല പാൻറ്റൊക്കെ ഇട്ട് നല്ലൊരു മനുഷ്യൻ, അങ്ങനെ വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. അയാൾ നേരെ വന്ന്, ബാക്കി സീറ്റൊന്നും ഇല്ല ആക്ച്വലി അവിടെ, ഇയാൾ നേരെ എന്നെ നോക്കിയത് വന്ന് എൻ്റെ അടുത്തോട്ട് ഒരു ഇരിപ്പ. അപ്പം ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഈ ആൾ എന്നെ തന്നെ നോക്കുന്നു. ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായാലും ഒന്നും കാണുന്നില്ല. കാരണം ബ്ലൗസ് കയറി വേണ്ടി നമ്മൾ ഫുൾ സ്ലീവ് ബ്ലൗസും ആയിരുന്നു. ഞാൻ കുറച്ച് മേളിലോട്ട് കയറ്റി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓണപരിപാടിയാണ്, അതുകൊണ്ട് കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ബസ്സിൽ സൈഡ് സീറ്റിൽ കാറ്റടിക്കും. അപ്പം ഞാനിങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാരി ഇങ്ങനെയാണ്, അത് ഇറങ്ങിക്കിടക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ഈ ആൾ ഇവിടെ ഇങ്ങനെ നോക്കുക, എൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ നോക്കുക. വീഡിയോയിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അദ്ദേഹം ഇങ്ങനെ, ആ ഒരു വ്യക്തി ഭയങ്കര എന്തെങ്കിലും കാണാൻ സാധിക്കുമോ എന്ന്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും, ഇയാൾ എന്തെങ്കിലും നോക്കുന്നേ. അപ്പം ഞാൻ ബാഗൊക്കെ സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൂടി ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇയാൾ പിന്നെയും നോക്കും. അപ്പം ഞാൻ തുറച്ചു നോക്കി. ഞാൻ തുറച്ചു നോക്കുമ്പോൾ ഇതങ്ങ് നിർത്തുമെന്ന് വിചാരിച്ച, പക്ഷെ ഇല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഫോൺ ഓണാക്കി ക്യാമറ ഓൺ ചെയ്തു. അപ്പം ക്യാമറ ഓൺ ചെയ്തപ്പോൾ അയാൾ ക്യാമറയെ നോക്കിയിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പം എന്നിട്ട് ക്യാമറ ഓഫ് ചെയ്തപ്പോൾ പിന്നെയും നോക്കി. അപ്പം ഞാൻ ബ്രൈറ്റ്നെസ് കുറച്ച് എൻ്റെ ഫോണിൽ. അപ്പോൾ ക്യാമറ ഓണാക്കിയൊക്കെയെന്ന് അറിയത്തില്ല. ആ ഒരു ആംഗിൾ എനിക്ക് മനസ്സിലായി, എവിടെ നിന്ന് കിട്ടും, നമ്മൾ ഫോണൊക്കെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ക്യാമറ ഓണാക്കി വെച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കുന്നു വെച്ചാൽ എങ്ങനെയൊക്കെ നോക്കാൻ പറ്റുമോ, എന്തെങ്കിലും കാണണോ അയാൾക്ക്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് സഹി കേട്ട് വീഡിയോ ഇത് ഞാൻ എടുത്തോണ്ട സമയത്ത് ഇയാൾ, അത് കഴിഞ്ഞ് വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തു ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം, ഇയാൾ ഇങ്ങനെ നമ്മൾ ചേർന്ന് ഇങ്ങനെയൊക്കെ വന്ന് കുറച്ചുകൂടി ഇതായിട്ടിരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു പിന്നുണ്ടായിരുന്നു. നമ്മൾ സാരിയുടെ സമയത്ത് ഇവിടെ എക്സ്ട്രാ ഒരു പിൻ, അതെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇനി നോക്കിയാൽ കണ്ണ് കുത്തി പൊട്ടി ഒരു തെറിയും വിളിച്ചു. അപ്പോൾ സ്പോട്ടിൽ എണീറ്റിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒറ്റ പോക്ക. അപ്പോഴും ആ ബസ്സിലാരും ഒന്നും ചോദിച്ചില്ല. അതാണ് എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയത്. നമ്മളവിടെ റിയാക്ട് ചെയ്തിട്ട് ആകെ അടുത്തൊരു പയ്യൻ വന്ന് എഴുതിട്ട് പറഞ്ഞു, ഏഞ്ചലല്ലേ റീൽസ് കണ്ടുണ്ട് വീഡിയോ എടുത്തായിരുന്നു, ഇനിയിപ്പോൾ പോസ്റ്റ് ചെയ്യുമല്ലോ എന്ന് ആ പയ്യൻ എന്നോട് പറഞ്ഞു. അല്ലാതെ വേറെ ആരും എന്നോട് വന്ന് എന്താ മോളേന്നോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്നും പ്രതികരിക്കും. ഇപ്പം എല്ലാവരും ചോദിക്കുന്ന കമന്റ് സെക്ഷനിൽ ഒരെണ്ണം വെച്ച് പൊട്ടിച്ചൂടെ. ഇയാളുടെ ബാഗിൽ ഞാൻ ബ്ലൈഡും കത്രിയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. എൻ്റെ പേടി നമ്മളിപ്പോൾ അടിക്കുമ്പോഴോ നമുക്ക് പറയാൻ പറ്റില്ല, ഒരു സ്ട്രേഞ്ചറാണ്, എങ്ങനത്തെ ഒരാളാണ്. നമ്മൾ പല ന്യൂസും കേൾക്കുന്നത്, എങ്ങനെ ഒരാളാണ് വന്നിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. സൈക്കോ ആണ്, അയാളെ നോട്ടം കണ്ട് സൈക്കോട്ടാണ് തോന്നിയത്. എടുത്തെങ്ങാനും കുത്തിയാലോ നമുക്ക് പേടി. നമ്മളിപ്പോ ഇയാളൊരു പെണ്ണാണ്, നമുക്കൊരു ഇറിറ്റേഷൻ വരും. നമുക്ക് പെൺകുട്ടികളുടെ ആ ഒരു സമയത്തുള്ള മാനസികാവസ്ഥ എന്താണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുറത്തിരിക്കുന്നവർക്ക് പലതും പറയാം, പ്രതികരിച്ചുകൂടായിരുന്നോ, നീ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്, കുറച്ചുകൂടെ പ്രതികരിക്കാമായിരുന്നു എന്ന് പുറത്തിരുന്ന് പലർക്കും പറയാൻ സാധിക്കും. ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോ നമ്മുടെ ഈ ഒരു കേരളത്തില്, ഇപ്പൊ നമ്മൾ കേരളത്തിൽ സംസാരിക്കുമ്പോൾ പൊതുവെ ഈ പറയുന്ന ലൈംഗിക ദാരിദ്ര്യം കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ നമ്മളിപ്പോ ഭയപ്പെടേണ്ടത് പ്രായമായിട്ടുള്ള ആളുകളെയാണ്. ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു 10-30 വയസ്സുള്ള ആൾക്കാർ, 40 വയസ്സുള്ള, ഇവര് വന്നിട്ട് നമ്മളെ നോക്കിയിട്ട് അല്ലാതെ ഇങ്ങനെ നോക്കിയേ അത്രയും വൃത്തികേടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇപ്പൊ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്രയും ദാരിദ്ര്യം പിടിച്ചിരിക്കുന്നില്ല. പക്ഷെ ഇവർക്ക് കല്യാണം കഴിഞ്ഞതാ. അതാണ് എനിക്ക്
കല്യാണം കഴിഞ്ഞ് നല്ല പ്രായമായിട്ടുണ്ട്. അയാളുടെ ഫോണിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടെന്ന് വെച്ചാൽ ഇങ്ങനെ കോള് വരുന്നതും ഫാമിലി ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു, വാട്സപ്പ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഒബ്വിയസ്ലി അയാൾക്ക് ഫാമിലി കാണും, ഫാമിലി കാണാതിരിക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് അയാളുടെ ഭാര്യയ്ക്കുള്ളത് തന്നെയാണ് ഇതിനകത്തുള്ളത്, എക്സ്ട്രാ ഒന്നും ഇല്ല. അയാളും ഒരു അമ്മയുടെ മുലപ്പാല് കുടിച്ചിട്ടാണ് വളർന്നത്. എന്താണ് ഈ ഒരു ഫീമെയിൽ ബോഡിയിൽ ഈ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇത്രയും ഇതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത്രയും നാൾ ഇപ്പൊ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഡ്രസ്സിങ്, ഇപ്പൊ ഞാൻ മോഡലിംഗ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ എക്സ്പോസിങ് ചെയ്തിട്ടുണ്ടില്ല എന്ന് പറയുന്നില്ല, സ്ലീവ്ലെസ് ഇട്ടിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഡ്രസ്സിങ്ങിലല്ല. ഇപ്പൊ ആൾക്കാർ പറയും നീ അത് കാണിച്ച് നടന്നിട്ടല്ലേ. അതെ, പക്ഷെ ഇന്നലെ അയാൾക്ക് ഞാൻ ഏഞ്ചൽ ബേബി ആണെന്നറിയോ? ഇല്ല. അയാൾക്ക് ഞാൻ മോഡലാണെന്നറിയോ? ഇല്ല. സ്ട്രേഞ്ചർ ആണ്, ഒരു പ്രായമായ ഒരാളാണ്. ബ്ലൗസ് സ്ലീവ്ലെസ് പോലും അല്ല, അതെ ഫുൾ സ്ലീവാ. ഈ ആകെ കാണുന്നത് ഈ ഒരു ഭാഗവും ഈ ഒരു, എനിക്ക് സാരി കഴുത്തിലൂടെ ചേർത്ത് ഉടുക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഉടുക്കുന്ന സാരി ഞാൻ കണ്ടിട്ടില്ല. മറ്റേ ഷീമാട്ടയുടെ പരസ്യത്തിലല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ. സാരി ഇങ്ങനെയാണ് ഉടുക്കേണ്ടത്. പിന്നെ ചില ആൾക്കാർ ആ സാരി നേരിട്ടുണ്ട്. ഓണ പരിപാടി കഴിഞ്ഞാൽ ആ പ്ലീറ്റ് ഒക്കെ അങ്ങ് പോയി, പ്ലീറ്റ് നേരെ വെക്കാനുള്ളൂ. പക്ഷെ ഒന്നും കാണുന്നില്ല ഇവിടെ, ഇങ്ങനെ മാറൊന്നും കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ സാരി പ്ലീറ്റ് ഇത്രയും മാറ്റി ഞാൻ മാറ് കാണിച്ചിട്ടില്ലല്ലോ. അതിൽ ഫുള്ള് കവേർഡ് ആയിട്ട് ആ പ്ലീറ്റ് കൊലഞ്ഞിരിക്കുന്നു. അതിൽ ചില പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന, അതും ചില, ഞാൻ പ്രൊഫൈൽ നോക്കിയപ്പോൾ മുസ്ലിം ഗേൾസ് ആണ്, ഞാൻ മുസ്ലിംസിന് ഇതായിട്ട് പറയുന്നതല്ല, പക്ഷേ ഒരു പുള്ളിക്കാരുടെ കമന്റ്, അവൾക്ക് ആ സാരി പ്ലീറ്റ് നേരെ വെച്ചൂടെ. അപ്പൊ പ്രൊഫൈൽ നോക്കിയും പുള്ളിക്കാരി തട്ടമൊക്കെ ഇട്ട് ഒരു മുസ്ലിമാണ്. അപ്പൊ ഞാൻ ചിലവർക്ക് എന്താണ് അത്, ഈ പുള്ളിക്കാരി ഒരു പെൺകുട്ടിയല്ലേ, ആ പ്ലീറ്റ് വെക്കാത്തോണ്ടാണ് അയാൾ നോക്കിയത്. എനിക്ക് ഉറപ്പുണ്ട് അതിലൊന്നും കാണുന്നില്ല. അത് നോക്കിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഒരു പൊതുസ്ഥലത്ത് പെൺകുട്ടികൾക്ക് കയറാനും സുരക്ഷിതമായിട്ടിരിക്കാനും സാധിക്കാത്ത, അത്രയും ആളുകൾക്കിടയിൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്തൊരു നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ പ്രതികരിച്ച രീതി ആളുകൾ കണ്ടു. എന്തായാലും ആ അമ്മാവന്റെ ഓണം എന്തായാലും കളറായിട്ടുണ്ടാവും. ചില ആൾക്കാർ പറയുന്നത്, ചില ബസ്സിൽ പോവാത്ത ആൾക്കാരുണ്ട്, ചില റിച്ച് ആയിട്ടുള്ള കാറിൽ ഇതിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഈ സാധാരണപ്പെട്ട ആൾക്കാർ ബസ്സിൽ പോകുമ്പോൾ ബുദ്ധിമുട്ട്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന്. ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കും. ചില പെൺകുട്ടികൾക്ക് എന്ന് വെച്ചാൽ ഇറിറ്റേഷൻ ആയിരിക്കും, അവർക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല, റിയാക്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ചോദിച്ചാൽ ഒരു കഥ കാണും. ഹർഷയ്ക്ക് എന്തെങ്കിലും കാണത്തില്ല, എന്തെങ്കിലും ഉറപ്പായിട്ട് ഏതൊരു പെൺകുട്ടിക്കും ഒരു സ്റ്റോറി കാണും ഇതുപോലത്തെ എന്തെങ്കിലും. ഇല്ലെങ്കിൽ അത്രയും ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇങ്ങനെ ആൾക്കാർ ആരെങ്കിലും എല്ലാ പെൺകുട്ടികൾക്കുണ്ടാവും, പക്ഷെ അത് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം, അതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഉൾപ്പെടെയുള്ള പല പെൺകുട്ടികളും പല കാര്യങ്ങളും തുറന്നു പറയാതെ ഉള്ളിൽ വെച്ച് പോയിട്ടുള്ളത്. ആ കാര്യത്തില് ഏഞ്ചൽ ബേബി അല്ലെങ്കിൽ അശ്വതി ഇന്നലെ ചെയ്ത ആ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ അതെടുത്ത് പോസ്റ്റ് ചെയ്യാനും കാണിച്ചൊരു ധൈര്യത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ റിയാക്ട് ചെയ്യില്ലെന്ന് വെച്ചാൽ ഞാൻ റിയാക്ട് ചെയ്തു, എനിക്ക് വേറെ അടിക്കാൻ പറ്റത്തില്ല. ഒന്ന് പൊട്ടിച്ചൂടി ഒന്ന് പിടിച്ച് എനിക്ക് പേടിയാ. അത് സത്യം പറഞ്ഞ നമുക്കൊരു പുരുഷനാണ്, നമ്മളൊരു ഗേളാണ്, എന്തെങ്കിലും ചെയ്യോ അങ്ങനത്തെ ഒരു പേടിയുണ്ട്. ഞാൻ റിയാക്ട് എൻ്റെ വോയിസ് കൊണ്ട് റിയാക്ട് ചെയ്തപ്പോൾ അയാളൊരു അക്ഷരം, അയാളുടെ സൗണ്ട് പോലും ഞാൻ കേട്ടിട്ടില്ല. അയാൾ സ്പോട്ടിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഒരു ഒറ്റ പോക്ക. അപ്പൊ ഇത് എനിക്ക് ഒത്തിരി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ പറയും പെപ്പർ സ്പ്രേ വെച്ചാൽ പോരെ, പെപ്പർ സ്പ്രേ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ, എൻ്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ടായതുകൊണ്ട് ബസ്സിൽ കൊണ്ട് കയറാൻ പറ്റും. ഇല്ല, അത് ബാഗിനകത്ത് അയക്കും. അപ്പോഴും ആൾക്കാർ ഇയാളുടെ നോട്ടത്തിനെയോ എനിക്ക് വേറെ വന്നൊരു മെസ്സേജ്, എന്തിനാണ് ആ വീഡിയോ അയാളെ ഫേസ് കാണിച്ചിട്ടത്? അയാൾക്കൊരു മകനുണ്ടെങ്കിൽ ഫ്യൂച്ചർ എന്തെങ്കിലും, മകനോ ഉണ്ടെങ്കിൽ മകളുണ്ട്, അപ്പൊ എന്തിനാണ് എന്നെ നോക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ചേട്ടൻ്റെ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കുക, നോക്കിക്കൊണ്ടിരിക്കട്ടെ. ചില ആൾക്കാർ അയാളുടെ ഫേസ് എന്തിനാ കാണിച്ചത്? ഇതിപ്പോ ഞാൻ എന്ത് കുറ്റം ചെയ്ത പോലെ. അതെ, അതാണ് നമ്മുടെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത്. നമ്മൾ പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പെൺകുട്ടി, ഇപ്പൊ ഇവർ പറയുന്നുണ്ട് തല്ലിക്കൂടെ അല്ലെങ്കിൽ അടിച്ചുകൂടെ എന്ന് പറയുന്നുണ്ട്. ഒന്ന് അടിച്ചിരുന്നെങ്കിൽ ആ പ്രായമായ മനുഷ്യനെ എന്തിനായിരുന്നു തല്ലിയത് എന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം കമന്റ് ബോക്സിൽ വന്നിരിക്കും. ഇന്നത്തെ കേരളം ഇതാണ്, മലയാളികൾ ഇതാണ്. അപ്പോൾ ഇപ്പം ഏഞ്ചൽ ബേബിക്കെന്നല്ല, എനിക്കായാലും ഇനി ആർക്കാണെങ്കിലും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രതികരിച്ചേ പറ്റുള്ളൂ. പ്രതികരിച്ച ആളുകൾ അറിയണം ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത്.